ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റിംഗില് ലേബർ ബഡ്ജറ്റും മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റും. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, അതിനുശേഷം മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്, പിന്നെ മെറ്റീരിയൽ യൂസേജ് ബഡ്ജറ്റ്, ഇത്രയും നമ്മൾ കണ്ടു അല്ലെ. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ ബഡ്ജറ്റ് ആണ്. എത്രത്തോളം ക്യാഷ് ആവും നമുക്ക് ലേബറിന് എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അതിനുള്ള ബഡ്ജറ്റ് കാണണ്ടേ. അപ്പൊ ഈ ബഡ്ജറ്റ് നമ്മൾ കാണാ ഏതിന്റെ മുകളില, എത്രത്തോളം ഉണ്ടാക്കി അല്ലെ, ഇപ്രാവശ്യം എത്രത്തോളം ഉണ്ടാക്കി, അതിന്റെ മുകളിലല്ലേ നമ്മൾ ലേബറിന് പൈസ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത് എത്രയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കിട്ടണം അതിന് അല്ലെ. അപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വേണം. എന്തിന്? പ്രാവശ്യം എത്ര ഉണ്ടാക്കി, എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് വേണം. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഇതാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റില് നമുക്കറിയാം, പ്രൊഡക്ഷൻ ബഡ്ജറ്റിന്റെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ഏപ്രിലില് 22,500 ഉണ്ടാക്കണം, മെയ്യില് 28,000 ഉണ്ടാക്കണം, ജൂണില് 36,500 ഉണ്ടാക്കണം. ഇതാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ ഉള്ളത്. ഇപ്പോ ഇത് വെച്ചിട്ട് ഇനി നമ്മൾ എന്തുണ്ടാക്കാൻ പോവാ, ലേബർ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോവാ. ഇത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അറിയണം നമ്മുടെ കമ്പനിയിൽ ഏതൊക്കെ തരം പണിക്കാരുണ്ട്, ഈ പണിക്കാർക്ക് മണിക്കൂറിന് എത്ര കൂലി വെച്ച് കൊടുക്കുന്നുണ്ട് ഒക്കെ അറിയണം. അതേപോലെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാന് എത്ര മണിക്കൂർ എടുക്കും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയണം വേണ്ടേ. അപ്പോ തന്നിട്ടുണ്ട്, കമ്പനി ഹാസ് സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് ലേബേഴ്സ്. നമ്മുടെ കമ്പനിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും ഉണ്ട്, സെമി സ്കിൽഡ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സ്കില്ലല്ല, എന്നാലോ സെമി സ്കിൽഡ് ആണ്, അങ്ങനത്തെ ലേബേഴ്സും ഉണ്ട്. അപ്പോ നമുക്കറിയാം, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന് കുറഞ്ഞ സമയം മതി ഒരു സാധനം ഉണ്ടാക്കാൻ. അതേപോലെ അവർക്ക് എന്ത് കൂടുതലായിരിക്കും, ശമ്പളം കൂടുതലായിരിക്കും. അപ്പൊ സെമി സ്കിൽഡ് ആൾക്കാർക്കോ അവർക്ക് കുറെ സമയം വേണ്ടി വരും ഇത് ഉണ്ടാക്കാൻ, മറ്റൊരു അപേക്ഷിച്ച് നോക്കുമ്പോ. പക്ഷെ അവർക്കോ റേറ്റ്, ശമ്പളം കമ്മിയായിരിക്കും. അപ്പോ സ്കിൽഡ് ലേബേഴ്സിന് പെർ ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കാന് അവർക്ക് 0.2 മണിക്കൂർ മതി. അതേപോലെ സെമി സ്കിൽഡ് ലേബേഴ്സിനോ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ 0.5 ഹവർ വേണം. വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി ഇവരുടെ സ്കിൽഡ് ലേബേഴ്സിന് പെർ ഹവർ അവർക്ക് ചാർജ് ചെയ്യണത് $12. അതേപോലെ സെമി സ്കിൽഡ് ലേബേഴ്സിന് അവർക്ക് പെർ ഹവർ ചാർജ് ചെയ്യണത് $8. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്തുണ്ടാക്കാൻ പോവാ, ലേബർ ബഡ്ജറ്റ്. ഇവിടെ നമുക്ക് പെർട്ടിക്കുലേഴ്സ് പെർ യൂണിറ്റ് ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടർ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ പെർട്ടിക്കുലേഴ്സിൽ എന്തൊക്കെ, പ്രൊഡക്ഷൻ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തു, അവർക്ക് സ്കിൽഡ് ഹവേഴ്സ് എത്ര എടുത്തു, അതേപോലെ സെമി സ്കിൽഡ് ഹവേഴ്സ് എത്ര എടുത്തു, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര മണിക്കൂർ പണിയെടുത്തു, സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര മണിക്കൂർ പണിയെടുത്തു, അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്ര ശമ്പളം കൊടുത്തു, സെമി സ്കിൽഡ് ആൾക്ക് എത്ര ശമ്പളം കൊടുത്തു. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ടോട്ടൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കിട്ടൂലേ. അപ്പോ ശ്രദ്ധിച്ചോ, നമ്മുടെ പ്രൊഡക്ഷൻ എത്ര ഏപ്രിലിൽ നോക്കുകയാണെങ്കിൽ 22,500 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മെയ്യില് 28,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ജൂണില് 36,500 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ. ഇനി സ്കിൽഡ് ഹവേഴ്സ്, ഒരു പണിക്കാരൻ, സ്കിൽഡ് ആയിട്ടുള്ള പണിക്കാരൻ എടുക്കുന്നത് 0.2 ഹവർ ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോ ഇവിടെ മൊത്തം 22,500 യൂണിറ്റ് ആണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ. അപ്പോ ഒരു പണിക്കാരൻ ഒന്നിന്റെ മുകളിൽ 0.2 ഹവർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ എത്രയായിരിക്കും സ്കിൽഡ്. ഈ 22,500 ഇൻറ്റു 0.2 ചെയ്താൽ പോരെ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 4,500 എന്ന് കിട്ടും. അതാണ് ഏപ്രിൽ മാസത്തില് നമുക്ക് സ്കിൽഡ് പണിക്കാരെടുത്ത സമയം എന്ന് പറയുന്നത് മൊത്തം 4,500 മണിക്കൂറാണ്. ഇതേപോലെ നമുക്ക് ഓരോ മാസവും കാണാൻ പറ്റും. കണ്ടൂടെ ഹൈലൈറ്റർ. ഇതാ നമുക്ക് മെയ് മാസം നോക്കുകയാണെങ്കിൽ 28,000 പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തം അല്ലെ. ആ 28,000 പ്രൊഡക്ഷനില് ഒരൊറ്റ യൂണിറ്റിന് അയാൾക്ക് എടുക്കുന്ന സമയം 0.2. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം 5,600 മണിക്കൂറാണ് ഒരു സ്കിൽഡ് ലേബർ അതിന് വേണ്ടിയിട്ട് പണിയെടുത്തത്. അതേപോലെ ജൂണിൽ നോക്കുകയാണെങ്കിൽ 36,500. ഇതേ ഇൻറ്റു 0.2 ചെയ്താൽ 7,300 മണിക്കൂറാണ് അദ്ദേഹം ജൂണിൽ പണിയെടുത്തത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് സ്കിൽഡ് കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്തത് സെമി സ്കിൽഡ് ഹവേഴ്സ്. ഒന്നുമ്പോ പണിയെടുക്കാൻ 0.5 ആണ്, ഒന്നുമ്പോ പണിയെടുക്കാൻ. അപ്പൊ മൊത്തം ഏപ്രിലുള്ള 22,500 എന്ത് ചെയ്താൽ മതി, 22,500 ഇൻറ്റു 0.5 ചെയ്താൽ പോരെ. കിട്ടുന്ന ഉത്തരം 11,250. ഇതേപോലെ നമുക്ക് മെയില് കിട്ടൂലേ, ഈ 28,000 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 14,000 എന്ന് കിട്ടും.
ഇതേപോലെ നമുക്ക് ജൂണിലും കാണാൻ പറ്റും. മൊത്തം നമ്മുടെ കയ്യിൽ 36,500 ഉണ്ട്. ഒന്നിനു വേണ്ടിയിട്ട് ചെലവാക്കുന്നത് 0.5 hours ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അരമണിക്കൂർ. അപ്പോ എത്രയാണ്? 18,250 മണിക്കൂറാണ് ഏതിനു വേണ്ടിയിട്ട്? സെമി സ്കിൽഡ് പണിക്കാരൻ ചെലവാക്കിയത്. അപ്പൊ അവര് പണിയെടുത്ത ഹവേഴ്സ് ഒക്കെ കിട്ടി അല്ലെ? അപ്പൊ ഹവേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അവർക്ക് എത്ര ശമ്പളം കൊടുക്കണം? സ്കിൽഡ് വേജ്, നമ്മുടെ സ്കിൽഡ് പണിക്കാരൻ എത്ര ശമ്പളം കൊടുക്കണം? അയാൾക്ക് 1 മണിക്കൂറിന് 12 റുപ്യ വെച്ച് കൊടുക്കണം. 1 മണിക്കൂറിന്. ഈ സ്കിൽഡ് ഹവർ എത്രയുണ്ട് മൊത്തം? ഏപ്രിൽ മാസത്തിൽ 4,500 മണിക്കൂറുണ്ട്. അപ്പോ അയാൾക്ക് മൊത്തത്തിൽ എത്ര റുപ്യാവും? സിമ്പിൾ. ഈ 4,500 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 12 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 4,500 മണിക്കൂർ എടുത്തു. 1 മണിക്കൂറിന് 12 ആണെങ്കിൽ $54,000. അതാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ നമുക്ക് ഓരോ മാസവും കണ്ടുകൂടെ ഈസി ആയിട്ട്. അപ്പോ സ്കിൽഡ് വേജ് $12 ആണ്. സ്കിൽഡ് ഹവേഴ്സ് അയാൾക്ക് മെയിൽ എടുത്തത് 5,600 ആണ്. അപ്പൊ 1 മണിക്കൂറിന് 12 ആണ്. മൊത്തം 5,600 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 67,200 എന്ന് കിട്ടും. ഇതേപോലെ ജൂണില് 7,300 ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 87,600 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടിപ്പോ? സ്കിൽഡ് വേജ് കിട്ടി. ഇനി സെമി സ്കിൽഡ് വേജോ? നമുക്ക് സെമി സ്കിൽഡ് വേജ് 1 മണിക്കൂറിന് $8 വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറിന് എത്രയാണ്? $8. സെമി സ്കിൽഡ് ഹവർ അയാൾ പണിയെടുത്തത് ഏപ്രിൽ മാസം 11,250 ആണ്. 1 മണിക്കൂറിന് 8 ആണ്. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ മൊത്തത്തിലുള്ള എമൗണ്ട് കിട്ടൂലേ? $90,000. ഇതേപോലെ നമുക്ക് മെയ് നോക്കുകയാണെങ്കിൽ അവിടെ 14,000 മണിക്കൂറാണ് അയാൾ പണിയെടുത്തത്. അയാൾക്ക് മണിക്കൂറിന് 8 റുപ്യ ആണെങ്കിൽ മൊത്തത്തിൽ എത്ര ഉണ്ടാവും? 1,12,000. ഇതേപോലെ അടുത്തത് ജൂണിൽ ഇയാൾ 18,250 മണിക്കൂറാണ് പണിയെടുത്തത്. അയാൾക്ക് 8 രൂപ 1 മണിക്കൂറിന് വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്രയാണ്? $1,46,000. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോ 2 ശമ്പളം കണ്ടുപിടിച്ചു. ഏത്? സ്കിൽഡ് വേജും സെമി സ്കിൽഡ് വേജും. ഏപ്രിലത് 54,000 90,000. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1,40,40,000 എന്ന് കിട്ടും. അതേപോലെ മെയില് 67,200 1,12,000 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,79,000 എന്ന് കിട്ടും. ഇതേപോലെ ജൂണില് 87,600 ഈ 1,40,46,000 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂണില് 2,33,600 എന്ന് കിട്ടും. ഇത്ര സിമ്പിൾ ആയിട്ടാ നമ്മളിവിടെ ടോട്ടൽ ഡയറക്ട് ലേബർ കോസ്റ്റ് കണ്ടുപിടിച്ചത്. ഇത്രയേ ഉള്ളൂ ലേബർ കോസ്റ്റ്, ഇത്രയേ ഉള്ളൂ ലേബർ ബഡ്ജറ്റ്. അപ്പൊ ഈ ലേബർ ബഡ്ജറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഒരു ബഡ്ജറ്റ് ഏതായിരുന്നു? പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ബാക്കിയുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തരും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തില്ലേ? ഇനി മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ്. നമ്മളിപ്പോ ഈ പഠിച്ച അത്രയും ബഡ്ജറ്റുകളിൽ സെയിൽസ് കഴിഞ്ഞു, പ്രൊഡക്ഷൻ കഴിഞ്ഞു, മെറ്റീരിയൽ പർച്ചേസ് കഴിഞ്ഞു, ഡയറക്ട് മെറ്റീരിയൽ യൂസേജ് കഴിഞ്ഞു, ലേബർ ബഡ്ജറ്റും കഴിഞ്ഞു. ഇനി അടുത്തതാണ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഓവർ ഹെഡുകൾ വരും, അതിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല തൽക്കാലം. കാരണം നമുക്കറിയാം മാനുഫാക്ചറിങ്ങിൽ എന്തെല്ലാം വരും. ഇൻഡയറക്ട് ലേബർ വരും, അപ്പൊ അത് കണ്ടുപിടിക്കണം. അതേപോലെ പവർ, കറണ്ട് കണ്ടുപിടിക്കണം. അതേപോലെ ഫ്രിഞ്ച്, ട്രാൻസ്പോർട്ടേഷൻ, മറ്റുള്ള ചെലവുകളും അത് കണ്ടുപിടിക്കണം. സപ്ലയേഴ്സ്, മെയിന്റനൻസ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടക്കണത്, പ്രോപ്പർട്ടി ടാക്സ്, സൂപ്പർവിഷൻ, പവർ, മെയിന്റനൻസ്, ഈ കണ്ട ചെലവുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം ഈ ടേബിളിൽ ഇങ്ങനെ കൊടുത്തിടാൻ. എന്നിട്ട് വേണം ലാസ്റ്റ് ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഏപ്രില്, മെയ്, ജൂണ് എന്ന് പറഞ്ഞ് കാണാൻ. അപ്പോ പരീക്ഷയ്ക്ക് എന്തായാലും മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ചോദിച്ചുകൊണ്ട് ചോദ്യം ഉണ്ടാവില്ല. കാരണം അത് കണ്ടുപിടിക്കാൻ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യില്ല, കഴിയൂല. കാരണം നമുക്കൊരു അത്രയും ഡാറ്റ നമ്മുടെ മുന്നിൽ വേണം. ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് സാധാരണ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നവരോ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ് നിങ്ങൾക്ക് തരും. അത് നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് അത് വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കാണാൻ പറയും. അപ്പോ ഈ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റ് മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്കിത് തന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ക്യാഷ് ഫ്ലോ ബഡ്ജറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ബഡ്ജറ്റ്, അതേപോലെ ബാലൻസ് ഷീറ്റ് ബഡ്ജറ്റ്, ഇതൊക്കെ ഇത് ഉപയോഗിച്ച് കാണാനുള്ളതാ. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ ടേബിൾ തന്നത്. ഓക്കെ അല്ലേ? അപ്പോ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് ബഡ്ജറ്റിൽ ഇപ്പൊ എന്തൊക്കെയുള്ളത്? പെർട്ടിക്കുലേഴ്സിൽ ഇൻഡയറക്ട് ലേബേഴ്സ് ഉണ്ട്, അതൊരു MOH അല്ലേ. പവർ,
നമ്മളെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പവർ, അതേപോലെ ഫ്രിഞ്ച് ബെനിഫിറ്റ്, സപ്ലൈസ്, മെയിന്റനൻസ്, ഇതിലുള്ള എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ടോട്ടൽ വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും ടോട്ടൽ ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തട്ടാക്കി വെച്ചിട്ടുണ്ട്. വേറൊരു വ്യത്യാസത്തിന്റെ അകത്തില്ല. അപ്പൊ ഇതൊക്കെ വേരിയബിള്, ഇതൊക്കെ ഫിക്സ്ഡ്, അത്രേ ഉള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗമാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് തന്നു? മാനുഫാക്ചറിങ് ഓവർഹെഡ് പഠിച്ചിട്ട് തന്നു. അപ്പോ ഈ ഏപ്രിൽ മാസത്തെ മൊത്തം മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നതാ ടോട്ടൽ ഓവർഹെഡ് 1,13,600. അതേപോലെ മെയ്യിലത് 1,30,540. അതേപോലെ ജൂണിലത് 1,66,720. ഈ ക്വാർട്ടറിൽ മൊത്തത്തിൽ നമുക്ക് എത്രയായി? 4,10,10,860. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം, ഇതിനകത്ത് ഡിപ്രിസിയേഷൻ എന്നൊരു സാധനം ഉണ്ട്. 30,000, 30,000, 40,000. ഒന്ന് കണ്ടുവെച്ചോളാം. ഇതിന്റെ അകത്ത് ആരുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം, ഡിപ്രിസിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോളാം. കാരണം ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ ബഡ്ജറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണമല്ലോ, അതിന്റെ അകത്ത് നമുക്ക് ഈ ഡിപ്രിസിയേഷൻ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഡിപ്രിസിയേഷൻ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാ? മനസ്സിലാക്കിക്കോളാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇനി ബാക്കി ബഡ്ജറ്റുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലായിട്ടില്ലേ? ഒന്നുകൂടി ഇരുന്ന് കാണാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നോട്ട് ഉണ്ട്. ആ നോട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.